മാനസിക വെല്ലുവിളി നേരിടുന്ന കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ മുൻ SIയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മമ്പാട് കാരച്ചാൽ സ്വദേശി ഫിലിപ്പ് മമ്പാട് റിമാൻഡിൽ. പെൺകുട്ടി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുള്ള ഒരു കേസ് കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നമുക്കറിയാം, ഇയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ മറ്റ് ഈ പറഞ്ഞ നേരത്തെ അത്തരം പ്രശ്നങ്ങളും പുറത്ത് തോന്നിക്കാതിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു കേസിൽ അറസ്റ്റിലാകുക, ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പരാതി വരിക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് വ്യാപകമായ കാര്യമായ തരത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയൊക്കെ വേണ്ടിവരും. ഇപ്പോൾ എന്താണ് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടി? രഞ്ജിത്ത്, ഇന്നലെയാണ് ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ജയിലിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നിലമ്പൂർ CI പറയുന്നത് പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഒരു തരത്തിലും ഇതിൽ മറ്റ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുള്ളതായിട്ട് പറയാൻ കഴിയില്ല. കൃത്യമായ തെളിവുകളുടെയും അതുപോലെ തന്നെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പരാതി ലഭിച്ച് അത് പലവട്ടം അന്വേഷിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് കടന്നിട്ടുള്ളതെന്ന് തന്നെ പോലീസ് പറയുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരായിട്ടുള്ളവരുടെ വലിയ ആക്ഷേപം ഇത് അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഒന്നാമത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതൊരു പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിലെ പല കാര്യങ്ങളും നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കില്ല. പ്രത്യേകിച്ച് ആ ഇരയുടെ ഒരു ഐഡൻറ്റിറ്റി അത് കൃത്യമായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പരാതിയുടെ വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. FIR റിമാൻഡ് റിപ്പോർട്ടും രണ്ടും പോലീസ് പുറത്തുവിടുന്ന സാഹചര്യമല്ല പോക്സോ കേസായതുകൊണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈയൊരു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് ഫിലിപ്പ് മമ്പാടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ് രക്ഷിതാക്കൾ. അവരുടെ അനുവാദമില്ലാതെ സെപ്റ്റംബറിൽ ഈ കുട്ടിയെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ കുട്ടി ഇത് കൗൺസിലിങ്ങിനിടെയാണ്, സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിങ്ങിനിടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും. തുടർന്ന് ചൈൽഡ് ലൈനാണ് ഇക്കാര്യത്തിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് പരാതി രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഫിലിപ്പ് മമ്പാട് ഇത്തരത്തിൽ യാത്ര ചെയ്തു എന്ന കാര്യം സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് പിടികൂടിയത് എന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു സൂചനയുണ്ട്. നമ്മൾ സ്ഥിരീകരിച്ചിരുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേസെടുത്താൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാകുമെന്നും അത്തരത്തിലൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയതായിട്ടും പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. എന്നാൽ തന്നെയും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് ലഭ്യമായ പരാതിക്കനുസരിച്ചുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഇനി കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ പോക്സോ കേസായതുകൊണ്ട് തന്നെ പോക്സോയും അതുപോലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, സംരക്ഷണ ചുമതലയുള്ള വ്യക്തി പീഡിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടും ജാമ്യം അത്ര എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന സൂചന തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രഞ്ജിത്ത്, ഈ പെൺകുട്ടി നേരത്തെ കൗൺസിലിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേസിന് ആസ്പദമായത്. ഇയാൾക്കെതിരെ ഇപ്പോൾ ഈ ഒരു കേസ് മാത്രമാണോ ഉള്ളത്? ഒരുപാട് ആരാധകരുള്ള ഒരാൾ കൂടിയാണ് ഫിലിപ്പ് മമ്പാട്. നമുക്കറിയാം, പല മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയും ഒക്കെ പ്രധാനി കൂടിയാണ്. ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ആ മേഖലയിലൊക്കെ ഒരു അമ്പരപ്പുണ്ടാകും. മറ്റൊന്ന്, ഈ പരാതിയിൽ മാത്രം ഒതുങ്ങുമെന്നാണോ? പോലീസ് മറ്റെന്തെങ്കിലും തലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നുണ്ടോ അനുമോദ്? നിലവിൽ ഈ പരാതി മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടില്ല. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ വേണം കാണുവാൻ എന്ന തരത്തിൽ തന്നെയാണ്. കാരണം മറ്റേതെങ്കിലും സംഭവങ്ങളുടെ ബാക്കിയായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമാനമായുള്ള പരാതിയുമായി മുന്നോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഈ കേസ് മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്.
പക്ഷേ ഇവിടെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം ഒരു ജനങ്ങളെ സ്വാധീനിച്ച ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മുമ്പിൽ നിന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടത്തിയിരുന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ സാന്നിധ്യമായിട്ട്, ഒരു മോട്ടിവേഷൻ നിറഞ്ഞ സാന്നിധ്യമായിട്ടാണ് ഫിലിപ്പ് മമ്പാടിനെ നമ്മൾ കണ്ടിരുന്നത്. അത്തരത്തിലൊരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് ആർക്കും വിശ്വസിക്കാനാകില്ല എന്ന തരത്തിൽ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ വിവരത്തിൽ. മാത്രമല്ല ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ലഹരി മാഫിയക്കാർ ഇതാണോ ഇത് ചെയ്തത് എന്നുവരെ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് കൃത്യമായ നടപടിയായി മുന്നോട്ട് പോകുന്നു. പരാതിക്കാരിയുടെ മൊഴിയാണ് ഇതിൽ പ്രധാനം, പരാതിയാണ് പ്രധാനം. അതുകൊണ്ട് ശക്തമായ നടപടികളായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പു പറയുന്നു. രഞ്ജിത്ത്, ഈ ഫിലിപ്പ് മമ്പാട് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇയാൾ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇയാളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ശ്രദ്ധ വേണം ഇയാളിൽ എന്നുള്ളതും പ്രധാനമാണല്ലോ. അത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കൂടി പോലീസ് കടക്കുക, മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടല്ലോ. നിലവിൽ ഇയാൾ റിമാൻഡിലാണ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഫിലിപ്പ് മമ്പാടിനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ സാധാരണഗതിയിൽ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ മറ്റ് കേസുകൾ ഉണ്ടാകുന്ന പോലത്തെ പ്രൊസീജിയർ ഒരുപക്ഷെ നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനയും പോലീസ് തരുന്നുണ്ട്. കാരണം മൊഴിയെടുക്കലാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് വേറെ പരിശോധനകൾക്ക് അല്ലെങ്കിൽ മറ്റ് നടപടികൾക്ക് ആവശ്യമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇദ്ദേഹത്തെ എന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കാം അതിൻ്റെ നടപടിക്രമങ്ങളുമായി പോവുക എന്നാണ് അറിയാനാകുന്നത്. ഇപ്പോൾ അദ്ദേഹം ജയിലിൽ തന്നെയാണ് ഉള്ളത്. ഇനി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ജാമ്യാപേക്ഷയുമായിട്ട് അദ്ദേഹം ജാമ്യാപേക്ഷയുമായി കോടതി സമീപിക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. രഞ്ജിത്ത്, ശരി. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.